കൃഷിയിൽ അരനൂറ്റാണ്ട് പിന്നിട്ടിരിക്കുകയാണ് മലപ്പുറം ചാലിയാർ സ്വദേശി ബേബി ചേട്ടൻ. കൃഷിയിടത്തിൽ പൊന്നു വിളയിക്കുന്ന ഈ കർഷകന് നിരവധി നേട്ടങ്ങളുടെ കഥകളാണ് പറയാനുള്ളത്. കാലഘട്ടത്തിലാണ് ബേബി ചേട്ടന്റെ കുടുംബം തെക്കൻ കേരളത്തിൽ നിന്നും ഇവിടത്തേക്ക് എത്തിയത്. പിന്നെ തൂമ്പിയും കത്തിയും എടുത്ത് മണ്ണിൽ പൊന്നു വിളയിക്കാൻ ഇറങ്ങി. പിന്നീട് അങ്ങോട്ട് കൃഷി ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റി. ഒരു വിളവിന് വിലയിടിവുണ്ടായാൽ അതിനെ മറികടക്കാൻ സമ്മിശ്ര കൃഷിയാണ് പരീക്ഷിച്ചത്. ആദ്യം നെല്ല്, കപ്പ, വാഴ തുടങ്ങിയ കൃഷികളിലാണ് ശ്രദ്ധ നൽകിയത്. കുറഞ്ഞ കാലയളവിൽ വിളവെടുക്കാനും അതിലൂടെ ഒരു വരുമാനം കണ്ടെത്താനുമായിരുന്നു ഇത്. പിന്നീട് റബ്ബർ, തെങ്ങ്, കമുക് കൃഷികൾക്കു കൂടി തന്റെ കൃഷിയിടത്തിൽ ഇടം നൽകി. പ്രധാന കൃഷികൾ തെങ്ങ്, ഇടവിളയായിട്ട് കൊക്കോ, ജാതി, കുരുമുളക്. പൊതുവിൽ അത്യാവശ്യം വിലയുണ്ട്. ഇപ്പം എല്ലാ കാർഷികോൽപ്പന്നങ്ങൾക്കും അത്യാവശ്യം വിലയുണ്ട്. വന്യമൃഗങ്ങളുടെ ശല്യമാണ് പ്രധാനമായിട്ടുള്ളത്. കുരങ്ങ്, മലയണ്ണാൻ, തെങ്ങിൻ്റെ മച്ചിങ്ങായും അതെല്ലാം കളയും. കൊക്കോയുടെ ശല്യം മെയിനായിട്ട് കൂട്ടം വന്നു കഴിഞ്ഞാൽ, കുരങ്ങിൻ്റെ കൂട്ടം വന്നാൽ മുഴുവൻ പച്ചയും പഴവും പിഞ്ചും എല്ലാം വലിച്ചു പറിച്ച് കളയും. അതൊരു വല്ലാത്തൊരു ശല്യമാണ്. ബേബി ചേട്ടന്റെ പച്ചപ്പ് നിറഞ്ഞു നിൽക്കുന്ന കൃഷിയിടത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ തന്നെ വിവിധയിനം കാർഷിക വിളകൾ ഫലങ്ങളുമായി നിൽക്കുന്ന കാഴ്ച ഏറെ സംതൃപ്തി നൽകുന്നതാണ്. രാവിലെ 8 മണിയോടെ കൃഷിയിടത്തിലേക്ക് ഇറങ്ങുന്ന ബേബി ചേട്ടനൊപ്പം ഭാര്യ ഗ്രേസിയുമുണ്ട്. ഞങ്ങൾ രണ്ടുപേരും കൃഷിയിലാണ്. രാവിലെ ഒരു കാപ്പിപ്പൊടിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങും. പിന്നെ ആ സമയം പോലെ ഇടയ്ക്ക് കുറച്ചു നേരമൊക്കെ വിശ്രമിക്കും. ഇപ്പോൾ ബേബി ചേട്ടൻ ഏറെ സംതൃപ്തനാണ്. അതിന് പ്രധാന കാരണം കൊക്കോക്കും കാപ്പിക്കും ഉൾപ്പെടെ നല്ല വില ലഭിക്കുന്നതാണ്. കാർഷിക വിളകൾക്ക് ഇപ്പോൾ ന്യായവിലയുണ്ട്. കാപ്പിക്കും കൊക്കോക്കുമൊപ്പം ജാതിയും, കസ്തൂരി മഞ്ഞളും, ഇഞ്ചിയും, നാടൻ മാവ് ഉൾപ്പെടെ വിവിധയിനം മാവുകളും വിവിധയിനം വാഴകളും ഈ കൃഷിയിടത്തിലുണ്ട്. 100 മേനി വിളവുമായി നിൽക്കുന്ന ഗ്രാമ്പുവും ഈ കൃഷിയിടത്തെ ആകർഷണീയമാക്കുന്നു. കേരള വിഷൻ ന്യൂസ്, മലപ്പുറം.